കർത്താവിന് കൊടുക്കുന്നു. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ 25-ാം വർഷത്തെ മിനിസ്ട്രിയിലെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്ക് ആദ്യമായിട്ട് ദൈവവചനവുമായി കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗം നൽകിയ ഈ നല്ല നിമിഷത്തെ ഓർത്ത് എല്ലാ മഹത്വവും യേശുവിന് കൊടുക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാജു അവർകൾ ആൻഡ് ഫാമിലിയോടുള്ള നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ത്യയിലെ ഏകദേശം 12 മണി കഴിഞ്ഞു. ഞാനായിരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഒരു കുഗ്രാമമാണ്, മീൻസ് ഒരു റിമോട്ട് ഏരിയ ആണ്, നിയർ ഫോറസ്റ്റ് ആണ് ഇതിൻ്റെ അടുത്ത്. ഞാൻ ഇരിക്കുന്നത് എൻ്റെ മിഷൻ ബിൽഡിങ്ങിൻ്റെ സ്റ്റുഡിയോയ്ക്കകത്താണ്. ഇതിനകത്ത് ഒരു പരിധിയിൽ എനിക്ക് ശബ്ദം ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടൊരു വിഷയം യൂത്ത്സിനോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന രാത്രിയായി തീരുമെന്നായിരുന്നു എനിക്ക് തന്ന ശബ്ദം. പുതിയ തലമുറകളോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രിയിൽ ദൈവം എന്നോട് ഇടപെടുന്ന രാത്രിയായിരിക്കും? ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. കാര്യം നിങ്ങളുടെ മുൻപിൽ പരിശുദ്ധാത്മാവിനെ ഹേമിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. ക്യാൻ യു ടേൺ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 13. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. അതിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് വിച്ച് സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് 70% ലോകത്തിലെ ആളുകൾ നെഗറ്റീവായിട്ട് പറയുന്നവരാണ്. എനിക്ക് കഴിയില്ല, കഴിയുന്നില്ല എന്നാണ് കൂടുതലും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് കഴിയും, എന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന വേറൊരു തലമുറയെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അത് മറ്റാരുമല്ല, യേശുക്രിസ്തു കൽപ്പന കൊടുത്തിരിക്കുന്ന ശിഷ്യന്മാരാൽ എഴുതപ്പെട്ട തിരുവചനത്തിൽ വിശ്വസിക്കുന്ന, ബൈബിളിൽ വിശ്വസിക്കുന്ന ദൈവജനമാണ് അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ 2020 കോവിഡ് കാലം വന്നപ്പോൾ ഒത്തിരി വ്യക്തികള് എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയും ഈ വചനത്തിന്റെ വാഗ്ദത്തത്തെ മനസ്സിലാക്കിക്കൊണ്ട്, അഭിഷേകത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ആത്മാവിൽ പറയുന്ന ചിലരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഇന്ന് രാത്രിയിൽ ആ വചനത്തെ എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. നാം മനസ്സിലാക്കുക, ഇത് പറഞ്ഞിരിക്കുന്ന വ്യക്തി യൂറോപ്പിൽ വന്നിട്ട് സംഭവിച്ചൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ് ഈ വ്യക്തി ലേഖനം എഴുതിയിരിക്കുന്നത്. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് ആദ്യമായിട്ട് സുവിശേഷമായി കടന്നു വന്ന മനുഷ്യനാണ് സെന്റ് പൗലോസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ 2ാമത്തെ മിഷണറി യാത്ര സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ്, സഭയാണ് ഫിലിപ്പിയ സഭ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിൽ കാണുന്ന ഫിലിപ്പിയൻസ് അല്ല വേദപുസ്തകത്തിൽ പറയുന്ന ഫിലിപ്പിയ ലേഖനത്തിലുള്ള വിശ്വാസികൾ എന്ന് പറയുന്നത്. 2ാമത്തെ മിഷണറി യാത്രയിൽ താൻ സ്ഥാപിച്ച ദേശത്തിലെ സമാജത്തോട് താൻ റോമിലെ പ്രിസണിൽ ഇരുന്നു കൊണ്ടാണ് താൻ ഈ ലേഖനം എഴുതി പറയുന്നത്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു.
നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും? ജീവിതത്തിന്റെ ചെറിയ ഏതെങ്കിലും പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ, ചെറിയൊരു പ്രശ്നങ്ങളുടെ മുൻപിൽ നാം പെട്ടുപോയി കഴിഞ്ഞാൽ, എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ളവരാണ് പലരും. എന്നാൽ ഇത് എഴുതിയിരിക്കുന്ന പൗലോസ് നമ്മളെക്കാൾ വലിയ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് താൻ ഈ പദം പറയുന്നത്, താൻ ഈ വാക്യം പറയുന്നത്, ആത്മാവിൽ പ്രവചിക്കുന്നത്. നാം വായിക്കുന്ന ഓരോ വാക്യത്തിൻ്റെയും പുറകിലുള്ള ഇന്റൻഷൻ, അതിൻ്റെ ഇൻസ്പിറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നാം ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഒന്നും തന്നെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര പേർക്ക് വിശ്വാസത്തിൽ പറയുവാൻ കഴിയും എന്നെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല? അത് പറയുവാൻ നമുക്ക് യാതൊരു നഷ്ടവുമില്ല. വായികൊണ്ട് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനും നിങ്ങളങ്ങ് പറയുകയാണ്, എന്നെ കൊണ്ട് അത് ചെയ്യുവാൻ കഴിയും. കമോൺ യൂത്ത്സ്, പറ, എനിക്ക് പറ്റും, എനിക്ക് പഠിക്കുവാൻ കഴിയും, എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും, എനിക്ക് ഓവർകം ചെയ്യുവാൻ കഴിയും. എത്ര പേർക്കത് പറയുവാൻ കഴിയും? ഞാനിരിക്കുന്ന ഈ ബിൽഡിങ് ഇന്ത്യൻ റുപ്പീസ് 11 മില്യൺ റുപ്പീസ് കൊണ്ട് പണിതതാണ്. 1,10,00,000 രൂപയോളം ആയിട്ടുണ്ട് എനിക്കിതിന്. ഇത് പണിതിട്ട് ഞാൻ വെറും കേവലം 3 വർഷമാകുന്നു. സോറി. ഞാൻ ഈ വയനാട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 1,00,000 രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്താണ് ദൈവം എന്നോട് ഇവിടെ ഈ ഭൂമി വാങ്ങിച്ചിട്ട് ഫൗണ്ടേഷൻ ഇടാൻ പറയുന്നത്. എനിക്ക് ഒരു ഡിനോമിനേഷനോ, ഒരു രാജ്യത്തിലോ, ഒരു ചർച്ചോ, ഒരു വേറെ എന്തെങ്കിലും റിസോഴ്സോ ഒന്നും ഇല്ലാതിരിക്കെ ദൈവം അത് കണ്ടുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു, യു ഹാവ് ടു ഡു ദീസ് തിങ്സ്. അന്ന് ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങേ അനുസരിക്കും. എനിക്ക് ഇന്ന കാര്യങ്ങൾ എൻ്റെ മുൻപിൽ അങ്ങ് തുറന്നു തരികയാണെങ്കിൽ ഞാൻ ഇതും ഇതിനപ്പുറത്തോടും ചെയ്യുവാൻ തയ്യാറാണ് കർത്താവേ. കാരണം എനിക്ക് ദൈവം ഒരു ഡ്രീം തന്നിട്ടുണ്ട്. ആ ഡ്രീം ഇതാണ്: മലബാറിൽ അക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കുന്നവരെ കൊണ്ട് സ്ഥാപിതമാകുന്ന ക്രിസ്തീയ ഓർഗനൈസേഷൻ മലബാറിൽ ഉണ്ടാകുമെന്ന് ദൈവം എന്നോട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഒരു മിഷൻ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺഫറൻസ് നടത്താൻ പാസ്റ്റേഴ്സിനെ വിളിച്ചു പോയപ്പോൾ അതിനകത്തുള്ള 5 പാസ്റ്റേഴ്സ് നോൺ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ മാത്രമാണ് ഈ മലബാറിൽ. അതിലെ ഒരു വ്യക്തി, അദ്ദേഹം 50 വയസ്സിന് മുകളിലുള്ള ഒരു ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ മിഷനിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ എടുത്തത്. അദ്ദേഹത്തോട് ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഈ മലബാറിന്റെ മണ്ണിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തെ, ഒരു ഓർഗനൈസേഷനെ ദൈവം സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ആത്മാവ് തന്നോട് പല പ്രാവശ്യമായിട്ട് ഇടപെട്ടതും തനിക്ക് കഴിയത്തില്ല എന്ന് ചിന്തിച്ച് നടക്കുന്ന സമയത്തായിരുന്നു ഹോളി സ്പിരിറ്റ് അങ്ങനെ പറയുവാൻ തക്കനിടയായി തീർന്നത്. ഈ രാത്രിയിൽ ഞാൻ ചിലരോട് പറയുന്നു, ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് അസാധ്യം എന്ന് തോന്നുന്നതിനെ ഇന്ന് രാത്രി നിങ്ങൾ തന്നെ ഡിക്ലെയർ ചെയ്യാണ്, ഇത് എനിക്ക് സാധ്യമാണെന്ന് പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനെ മേൽ ചിലത് പ്രവർത്തിക്കാൻ പോകുകയാണ്. ഓക്കെ, ഞാൻ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ഇത് പറയുന്നത് ജീവിതത്തിന്റെ നല്ല അവസ്ഥയിൽ ഇരുന്നു കൊണ്ടല്ല, പ്രതികൂല അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് പറയുന്നത്. ഐ ക്യാൻ ഡു. നമ്മൾ ചിന്തിക്കുന്നത് ഈ വേദപുസ്തകത്തിൽ ഇങ്ങനെയുള്ള വാഗ്ദത്ത വാക്കുകൾ അല്ലെങ്കിൽ നമ്മെ എക്സൈറ്റ് ചെയ്യുന്ന, നമ്മെ എൻകറേജ് ചെയ്യുന്ന പദങ്ങൾ എല്ലാം വളരെ സ്മൂത്ത് ആയിരിക്കുന്ന സമയത്ത് പറയപ്പെട്ടതാണെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ജീവിതത്തിന്റെ വലിയ വെല്ലുവിളിയുടെ മുമ്പിൽ, ക്രിസ്തുനാമം നിമിത്തം വലിയ കഷ്ടതയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ആത്മമണ്ഡലത്തിൽ ഒരു പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെയുള്ള വാക്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. ഇത് വളരെ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പൗലോസ് പറയുന്നത്.
പൗലോസിന്റെ നാളത്തെ പ്രതിസന്ധി എത്രത്തോളം പ്രയാസമേറിയതാണെന്ന് പൗലോസിന് നല്ല പോലെ അറിയാം. തനിക്കൊരു പക്ഷെ ഇനി ജീവിക്കാൻ അവസരം ലഭിക്കുമെന്നുള്ള ഉറപ്പില്ല. പക്ഷെ പൗലോസ് പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഈ ലേഖനത്തിന് 4 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയട്ടെ ഞാൻ. If you study chapter 1, it's saying, my life is Christ. പൗലോസ് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നതാണ്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നു, മൈ ക്യാരക്ടർ ഈസ് ക്രൈസ്റ്റ്. എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. Then 3rd chapter saying, my hope or my goal is ക്രൈസ്റ്റ്. എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, മൈ ട്രസ്റ്റ് ഈസ് ക്രൈസ്റ്റ്. എൻ്റെ ആശ്രയം മറ്റാരുമല്ല, ക്രിസ്തുവാണ് എൻ്റെ ആശ്രയം. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്രയം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു കർത്താവാണ്. എൻ്റെ വിദ്യാഭ്യാസമല്ല, എൻ്റെ പണമല്ല, എൻ്റെ പദവിയല്ല, എനിക്കുള്ളത് ഒന്നുമല്ല. എനിക്കുള്ള ഏറ്റവും വലുത് എൻ്റെ ആശ്രയം യേശു ക്രിസ്തുവാണ്. കമോൺ, കരങ്ങളെ അടിച്ച് നന്ദി പറഞ്ഞാട്ടെ യേശുവിനോട്. ഹല്ലേലൂയ. റാസ് മഹാന്തനെ മെരേബസ് മഹോലരവനാസിയാന്തനെ. സോ ഈ 4-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്, മൈ ട്രസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. എൻ്റെ ആശ്രയം ക്രിസ്തുവാണ്. അപ്പോൾ ആശ്രയം ക്രിസ്തുവാണെന്ന് പറയുന്ന അധ്യായത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്, ആശ്രയം ക്രിസ്തുവാണെങ്കിൽ ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. യേശുവാണ് ആശ്രയമെങ്കിൽ, യേശുവിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ ആ വ്യക്തിക്ക് അത് പറയുവാൻ കഴിയുകയുള്ളൂ, എനിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയും, എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സോ ഞാൻ ആശ്രയിക്കുന്നത് എന്തിലാണോ, ഞാൻ എങ്ങനെയാണോ ആശ്രയിക്കുന്നത്, ആരെയാണോ ആശ്രയിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന്. അതായത് ഞാൻ ആശ്രയിക്കുന്നത് എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയിലായിരിക്കുന്നത് കൊണ്ട്, എൻ്റെ ആശ്രയം ആ വ്യക്തി ആയിരിക്കുന്നത് കൊണ്ട് എനിക്കും എല്ലാം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഞാനും നിങ്ങളും എല്ലാം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു എങ്കിൽ, അങ്ങനെ നമുക്ക് തോന്നുന്നു എങ്കിൽ, നമ്മൾ ആശ്രയിക്കുന്ന കർത്താവിന് എല്ലാം ചെയ്യുവാൻ കഴിയില്ല എന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുൻപ് എൻ്റെ ചിന്ത ഇങ്ങനെയായിരുന്നു, ഗോഡ് കാൻ ഡു എനിത്തിങ് ബട്ട് ഗോഡ് കാനോട്ട് ഇൻകാർനേറ്റ് ഇൻ ഫ്ലഷ്. ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും, പക്ഷെ ദൈവത്തിന് എന്നെ പോലൊരു മനുഷ്യരൂപം എടുത്തിറങ്ങി വരാൻ കഴിയില്ല. അത് വിരോധാഭാസമായിട്ടുള്ള ചിന്തയായിരുന്നു. ഒരു ഭാഗത്ത് ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്ന, ദൈവത്തിന് ഒരിക്കലും എന്നെ പോലെ മനുഷ്യരൂപം എടുത്തിട്ട് വരാൻ കഴിയുകയില്ല. സോ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിലാണെങ്കിൽ, ആ യേശുക്രിസ്തുവിന് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയും, എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എൻ്റെ മുൻപിലുള്ള വെല്ലുവിളികൾ എത്ര വലിയതാണെങ്കിലും എനിക്കതിനെ അതിജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഈ കാര്യം? അവിടെ എഴുതിയിട്ടുണ്ട്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് വിച്ച് സ്ട്രെങ്തൻ മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. വിച്ച് സ്ട്രെങ്തൻ മീ, എന്താണോ എന്നെ ശക്തീകരിക്കുന്നത്, ആ ശക്തീകരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളോട്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്ന ആ നാമത്തിന് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ ഉറച്ചു ഇന്ന് രാത്രി പറയും, എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന്.
ദൈവവചനം പറയുന്ന നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. യെസ്. എന്തുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്? നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം നോക്കിയാട്ടെ. Can you turn to Luke chapter 4 verse 14? അവിടെ എന്താണ് പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് വന്നു. അല്ലെ, എങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ യേശുവിന്റെ മേൽ വ്യാപരിച്ചത്, യേശു സകലതും ചെയ്തു കാണിച്ചത് ഏത് ശക്തി കൊണ്ടാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 3.5 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ ആദ്യമായി ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് ഈ വെള്ളത്തെ മുന്തിരിച്ചാറാക്കിയതാണ്. അത് തുടങ്ങി ഒരുപാട് അത്ഭുതങ്ങളെ യേശു ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ദൈവം മനുഷ്യ ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ്. പരിശുദ്ധാത്മാവിനാലാണ് മറിയയുടെ ഉദരത്തിൽ ദൈവപുത്രൻ ഉരുവായത്. ജനനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്, ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. ഇത് മനസ്സിലാക്കിയ പൗലോസ് പറയാണ്, യേശുവിനെ ശക്തീകരിച്ച, യേശുവിനെ ശക്തനാക്കിയ ഒരു തലമുണ്ട്. ആ യേശുവിനെ ശക്തീകരിച്ച തലം ഏതാണോ അതെനിക്കറിയാം. അതിൽ ഞാൻ ആശ്രയിക്കുകയാണെങ്കിൽ എനിക്കും എന്തും ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ആ വാക്ക്. പൗലോസ് ചിന്തിക്കുന്നത്, എൻ്റെ യേശു 3.5 വർഷത്തോളം യേശുവിൻ്റെ മുൻപിൽ ഒന്നും അസാധ്യമായിട്ടില്ലായിരുന്നു. കാരണം യേശുവിൻ്റെ മേൽ വ്യാപരിച്ച ഒരു ശക്തിയുണ്ട്, ആത്മാവിൻ്റെ ശക്തി. ആ ശക്തിയാണ് 3.5 വർഷത്തെ ദൈവപുത്രന്റെ സകല പ്രവൃത്തിക്കും അടിസ്ഥാനമായിരുന്നു എന്നുള്ളത് പൗലോസിന് മനസ്സിലായി. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, മരിച്ചവനിലെ പുനരുദ്ധാന ശക്തി, ആ ശക്തി കൊണ്ട് എന്നെയും ഉയർപ്പിക്കുമെന്ന്. അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയിൽ കിടന്ന യേശുവിന്റെ ജീവനില്ലാത്ത ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെന്നിട്ട് ആ ശരീരത്തെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ശക്തി ഏതാണെന്ന് പൗലോസിന് മനസ്സിലായി. എന്നെ ദുബായ് CD പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ധാരാളം അടി തന്നപ്പോൾ എൻ്റെ പല്ല്, മൂക്ക് എല്ലാം ധാരാളം അവർ പഞ്ച് ചെയ്തിട്ട് മാക്സിമം അവരുടെ പ്രാക്ടീസ് ചെയ്തു. ഐ ക്യാൻ സീ യു ആർ ലാഫിങ്. യു നോ ഹൗ ഇത് എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ നാളായിരുന്നു അന്ന്. ഞാൻ ധാരാളം അഭ്യാസങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പണം കൊടുത്തിട്ട്. കളരി, കരാട്ട എന്നെല്ലാം പറയുന്നത്. ഡോണ്ട് ഫോളോ, യൂത്ത്സിനോട് പറയുന്നത് ഡോണ്ട് ഫോളോ ഇറ്റ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. പക്ഷേ ഈ അടിയുടെ ഒക്കെ ശരിയായിട്ടുള്ള റിയൽ പെയിൻ എന്താണെന്ന് മനസ്സിലായത് അവരുടെ പഞ്ചിങ്ങിലായിരുന്നു. ഞാൻ കുറച്ചു നാൾ മുൻപ് സെമിനാരിൽ പഠിപ്പിക്കുവാനും വേണ്ടിയിട്ട് ഷാർജയിൽ പോയപ്പോൾ, അന്നാണ് വന്നത്. ആ മണ്ണിൽ ഞാൻ പോയപ്പോൾ, പഠിപ്പിക്കാൻ പോയ സമയത്തായിരുന്നു ജെയ്സന്റെ പിതാവിനെയൊക്കെ ഞാൻ പരിചയപ്പെടുവാനിടയായി തീർന്നത്. അന്ന് ആ മണ്ണിൽ പോയിട്ട് ഞാൻ ദൈവത്തെ ഒരുപാട് സ്തുതിക്കണം. കാരണം ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു, എന്നെ ഉപദ്രവിച്ചവർക്ക്. പക്ഷെ ഞാൻ അവിടെ ആ മണ്ണിൽ നിന്നുകൊണ്ട് കണ്ണുനീരോടെ പറഞ്ഞു, കർത്താവെ, നല്ല ആരോഗ്യത്തോടുകൂടെ ഒരു അസുഖവും ഇല്ലാതെ ഈ 52-ാമത്തെ വയസ്സിനും കർത്താവെ ആരോഗ്യത്തോടെ നിന്നെ സേവിപ്പാൻ തക്കണം, നീ എന്നെ ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. ദൈവം നമ്മെ ശക്തീകരിക്കുവാൻ ആരംഭിച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കുവാൻ ആരംഭിച്ചാൽ ആർക്കും നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ.
അപ്പോൾ പൗലോസ് എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം പൗലോസിന് മനസ്സിലായി ശക്തീകരിക്കുന്ന ഘടകം എന്താണ്, ശക്തീകരിക്കുന്ന തലം എന്താണെന്ന്. പെട്ടെന്ന് ഞാൻ കൻ യു ടേൺ ടു 2 കൊരിന്ത്യർ ചാപ്റ്റർ 3 വേഴ്സ് 17. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ലോർഡ് ഈസ് സ്പിരിറ്റ്, കർത്താവ് ആത്മാവാകുന്നു. ഇന്ന് യേശു കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവായിട്ടാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിലെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനോടുകൂടെ ഇന്ന് പരിശുദ്ധാത്മാവായിട്ടാണ് കർത്താവ് നിലകൊള്ളുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് അൺലിമിറ്റഡ് ജീസസ്. ഹോളി സ്പിരിറ്റ് ഈസ് അൺലിമിറ്റഡ് ജീസസ്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കണ്ടുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തീകരിക്കുന്നത് ഇതാണ്. യേശുവിനെ ശക്തീകരിച്ചത് പരിശുദ്ധാത്മാവാണ്. യേശുവിനെ ശക്തീകരിച്ചത് ന്യായപ്രമാണ പുസ്തകത്തിന്റെ അറിവല്ല, യഹൂദനായി ജനിച്ച പാരമ്പര്യമല്ല. യേശുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. പൗലോസ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ന്യായപ്രമാണ പുസ്തകം മുഴുവൻ പഠിച്ച പൗലോസ് പറയുന്നു, ജന്മം കൊണ്ട് യഹൂദനായ പൗലോസ് പറയുന്നു, എന്നെ ശക്തീകരിക്കുന്നത് ഈ ഘടകങ്ങളൊന്നല്ല, എന്നെ ശക്തീകരിക്കുന്നത് യേശുവിനെ ശക്തീകരിച്ച ശക്തി ഏതാണോ ആ ശക്തിയാൽ എനിക്കും പലതും ചെയ്യുവാൻ കഴിയും. ഇന്ന് രാത്രി ഹോളി സ്പിരിറ്റിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മെ ശക്തീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മാവിൽ കഴിഞ്ഞ നാളുകളൊക്കെ ആശ്രയിച്ചവർ, കോവിഡ് കാലത്ത് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചവരെല്ലാവരും ഈ 2021 വളരെ ജയത്തോടു കൂടിയാണ് കാലുവച്ചിരിക്കുന്നത്. 2020 പലരും പരാജയപ്പെട്ടതിന് കാരണം ഫിസിക്കലിയോ ഫിനാൻഷ്യലിയോ സ്പിരിച്വലിയോ പരാജയപ്പെട്ടെങ്കിൽ അതിന്റെ റീസൺ അവർ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചില്ല. കാരണം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, വിത്തൗട്ട് ഹോളി സ്പിരിറ്റ് there is no Christianity. പരിശുദ്ധാത്മാവിലാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് പോലും. സൈന്യത്തിലും ശക്തിയിലും ആശ്രയിച്ചപ്പോൾ 2020 പലരുടെയും ജീവിതത്തിൽ താഴ്ചയുടെയും പരാജയത്തിന്റെയും നിരാശയുടെയും വർഷമായി പോയപ്പോൾ അതിനിടയിൽ ഒരു കൂട്ടരുണ്ട് പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി ആശ്രയിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചും ആത്മാവിൽ ആരാധിച്ചു മുന്നോട്ട് പോയപ്പോൾ അവർക്ക് ഇന്ന് രാത്രി ചേർന്ന് പറയുവാൻ കഴിയുന്നുണ്ട്, എന്നെ ശക്തീകരിച്ചവനാണ് 2021 എന്നെ ജയത്തോടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുൻപിൽ ഏത് വെല്ലുവിളികളുടെ മുമ്പിൽ വന്നാലും അവനൊരു കാര്യം പറയും, ഐ ക്യാൻ ഓവർകം ഇറ്റ്. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുൻപിലുള്ള വഴികളെല്ലാം ഓപ്പണിംഗ് ആയിരിക്കും. കമോൺ ചർച്ച്, കമോൺ. ഇന്ന് രാത്രി അത് പറയണം, നിങ്ങളത് പറഞ്ഞേ മതിയാകൂ. എന്നെ മുൻപോട്ട് നയിപ്പാൻ കഴിയുന്നത്, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. അത് മറ്റാരുമല്ല, ക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറയുവാൻ കഴിയണം, കുഞ്ഞുങ്ങൾക്ക് പറയുവാൻ കഴിയണം, എനിക്ക് പഠിക്കുവാൻ എന്നെ സഹായിക്കുന്നത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. ജോലി ചെയ്യുന്നവർ പറയണം, എന്നെ മുന്നോട്ട് നയിക്കുന്നത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവാണ്. മിനിസ്റ്റർ ചെയ്യുന്നവർ പറയണം, എന്നെ ശക്തീകരിക്കുന്ന മറ്റാരുമല്ല, പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രധാന പോയിന്റ് കാണാൻ കഴിയും. Isaiah chapter 10 verse 27, the last part of verse 27, it say the yoke will destroyed by anointing.
അഭിഷേകം സകല മുഖങ്ങളെയും തകർക്കുമെന്ന്. മലയാള ബൈബിളിൽ പുഷ്ടി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഇഫ് യു റീഡ് ഇൻ ഇംഗ്ലീഷ് യു ക്യാൻ സീ ദാറ്റ് എവ്രി യോക്ക്, നോട്ട് ഓൺലി 1, 2, 3 യോക്ക്, എവ്രി യോക്ക്, എനി ഫിനാൻഷ്യൽ യോക്ക് or any disease, anything, any circumstance, any problems, any yoke, എന്ത് തടസ്സങ്ങളും എന്ത് ബന്ധനങ്ങളെയും അത് എത്രത്തോളം വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിൽ, എത്രത്തോളം തടസ്സമുള്ളതാണെങ്കിലും, എത്രത്തോളം അസാധ്യമുള്ളതാണെങ്കിലും അവിടെ ബൈബിൾ പറയുന്നു അഭിഷേകം ഇതിനെല്ലാം പൊട്ടിച്ചു മാറ്റുവാൻ കഴിയുന്നതാണ്. കമോൺ, ഇന്ന് രാത്രി എന്തെങ്കിലും നിന്റെ മുൻപിൽ നിന്റെ ജീവിതത്തെ തടഞ്ഞു നിർത്തുന്നതായിട്ട്, ബ്ലോക്ക് ചെയ്യുന്നതായിട്ട്, മുന്നോട്ട് വിടത്തില്ല, നിന്നെ ഉയർത്തത്തില്ല എന്ന് പറയുന്നെങ്കിൽ നീ പറയണം ഇന്ന് രാത്രി, യു ഹാവ് ടു ഡിക്ലെയർ വിത്ത് യുവർ ടങ്സ്, ഐ ക്യാൻ ഡു എനിത്തിങ്, everything by the anointing of the Holy Spirit. Hallelujah, hallelujah. ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബജീവിതം 22 വർഷം കഴിഞ്ഞു. എനിക്ക് 30 വയസ്സുള്ള സമയത്താണ് ഞാൻ വിവാഹം ചെയ്യുന്നത്. ഞാൻ അന്നേരം തൃശ്ശൂരിലെ ഒരു പാസ്റ്ററുടെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് ശുശ്രൂഷിക്കുന്ന സമയമാണ്. 96, 97, 98 കാലമാണ്. IPCയുടെ പാസ്റ്ററുടെ അസിസ്റ്റന്റ് ആയിരുന്നു. അവരുടെ സെൻട്രലിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് എൻ്റെ വൈഫ് റീന. അവള് ബീഹാറിൽ മിഷണറി ആയി പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ദർശനത്തിൽ എന്നെ കണ്ടാണ് എന്നെ അന്വേഷിച്ച് നാട്ടിൽ വരുന്നത്. ലവ് മാരേജ് ആയിരുന്നില്ല, അറേഞ്ച്ഡ് മാരേജും ആയിരുന്നില്ല. ഇറ്റ് ഈസ് എ ഹെവൻലി മാരേജ്. ഇഫ് യു ആസ്ക് വിച്ച് ഈസ് ദ റൈറ്റ് വേ, ഞാൻ പറയുന്നതാണ് പരിശുദ്ധാത്മാവിനാൽ കൂട്ടിയോജിപ്പിക്കുന്നതാണ് റൈറ്റ് മാരേജ്, ഹെവൻലി മാരേജ് എന്ന് പറയുന്നത്. നോട്ട് യുവർ ചോയ്സ്, not your parents' choice, not others' choice, but the Holy Spirit choice. Always it is blessings. Hallelujah. ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വൈഫ് എന്നോട് പറയുന്നത്, മെഡിക്കൽ സയൻസ് ഒരു പ്രത്യേക അവസ്ഥയിൽ മെഡിക്കേഷൻസിൽ കൂടെ പോയപ്പോൾ മെഡിക്കൽ സയൻസ് പറഞ്ഞതാണ് അവരുടെ യൂട്രസ് കേടാണ്, കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ല എന്ന്. വിവാഹം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു കാണും, ഇക്ബാൽ പാസ് ആ സമയത്ത് ഞെട്ടിപ്പോയി കാണുമെന്ന്. നോ, ഒരിക്കലും ഞെട്ടിയിട്ടില്ലായിരുന്നു. അതിന് കാരണം ഈ വിവാഹത്തിന് മുൻപ് 96 ഞാൻ എൻ്റെ നാടും വീടെല്ലാം വിട്ടേച്ചു പോകണമെന്ന് ദൈവം എന്നോട് പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് അർദ്ധരാത്രിയിൽ ഇറങ്ങി ഓടുമ്പോൾ എനിക്ക് ഒരു ശബ്ദമുണ്ടായി സ്വർഗത്തിൽ നിന്ന്. അതിങ്ങനെയാണ്, ഞാൻ നിന്നെ അബ്രഹാമിനെ പുറപ്പെടുവിച്ചതുപോലെ പുറപ്പെടുവിക്കുന്നു, ഞാൻ അബ്രഹാമിനോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു അശരീരി എൻ്റെ ചെവിക്കകത്തുണ്ടായത് കൊണ്ട് എനിക്കറിയാം എൻ്റെ മേലുള്ളത് അബ്രഹാമിയ വാഗ്ദത്തമാണ്. അതിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എൻ്റെ മേലും ദൈവം തരാനുള്ളതാണ്. അബ്രഹാമിന് ദൈവം സന്തതികളെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ മെഡിക്കൽ സയൻസിനെ നോക്കി ഭയപ്പെടുന്നത്? ഞാൻ എൻ്റെ വൈഫ് റീനിയോട് പറഞ്ഞു, ദൈവം നമുക്ക് സന്തതികളെ തരാൻ പോവുകയാണ്. അതിന് നെക്സ്റ്റ് മന്ത് ദൈവം ഞങ്ങൾക്ക് സന്തതികളെ തരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ദൈവം എനിക്ക് ഒരു ശബ്ദം തന്നു. ഉൽപ്പത്തി പുസ്തകം 41:51 എടുത്ത് വായിക്കാൻ പറഞ്ഞു. ജെനസിസ് ചാപ്റ്റർ 41 ചാപ്റ്റർ വേഴ്സ് 51 വായിക്കാൻ പറഞ്ഞു. ഞങ്ങളത് ഉടനെ എടുത്ത് വായിച്ചപ്പോൾ യോസേഫ് തൻ്റെ ആദ്യജാതന് മനാശെ എന്ന് പേര് വിളിച്ചതായിരുന്ന ആ വാക്യം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? കുഞ്ഞാൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും അറിയാതെ ഫസ്റ്റ് മന്തിൽ തന്നെ എൻ്റെ വൈഫിന്റെ തലയിലേക്ക് വെച്ച് എൻ്റെ മകന്റെ പേര് വിളിച്ചവനാ ഞാൻ, മനാശെ എബ്രഹാം എന്ന്. എൻ്റെ മൂത്ത മകന്റെ പേര് മനാശെ എബ്രഹാം, 21 വയസ്സ് കഴിഞ്ഞവന്. രണ്ടാമത്തെ മകന്റെ പേര് ജോൺ എബ്രഹാം, 19 വയസ്സ് കഴിഞ്ഞു. മൂന്നാമത്തെ മകന്റെ പേര് ജോഷു എബ്രഹാം, അവന് 17 വയസ്സ് കഴിഞ്ഞു. ഈ 3 മക്കളും ജനിച്ചത് വീട്ടിനകത്താണ്. ഒരു മെഡിക്കൽ സയൻസിന്റെ അടുത്തേക്കും പോയില്ല, ഒരു ഹോസ്പിറ്റലിലും പോയില്ല, ഒരു പാരസെറ്റാമോൾ പോലും വാങ്ങിച്ചു കൊടുത്തില്ല ഡെലിവറിക്ക്. Why should we trust the medical science? I never criticize medical science എന്ന് പറയുന്നത്. It's God's blessings, God's gift, absolutely God's gift.
പക്ഷെ എന്നെ എൻ്റെ റീനയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് തടസ്സമായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല, ദൈവകൃപയിൽ ആശ്രയിച്ചു. രാത്രി ഹോളി സ്പിരിറ്റ് ഈ ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് എന്നോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ മുഖം നോക്കുന്നില്ല, സ്ക്രീനിൽ നിൽക്കുന്നു, ഞാൻ ക്യാമറ ലെൻസിലേക്ക് നോക്കിയിട്ട് പറയുന്നു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു അഭിഷേകത്തിൽ നീ വിശ്വസിക്കുമെങ്കിൽ 2021 നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്ക് നീ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ചില പാരൻസിനോട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലുകളാണ്. നത്തിങ് വറീഡ് അബൌട്ട്. നിങ്ങൾ വറീഡ് ആവുന്നത് കൊണ്ട് ഒന്നും തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇഫ് യു ട്രസ്റ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ഹി വിൽ ഡു എവറിത്തിങ് സ്മൂത്ത്ലി. യെസ്, പരിശുദ്ധാത്മാവ് താങ്കളോട് തന്നെയാണ് പറയുന്നത്, സന്തതികളോടുള്ള ബന്ധത്തിൽ തന്നെയാണ് പറയുന്നത്. അതിനെ പരിശുദ്ധാത്മാവിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ താങ്കൾ ഇന്ന് അനുഭവിക്കുന്ന ആ മെന്റലി ഡിപ്രഷൻ ഉണ്ടല്ലോ, അത് ഈ 2021 തന്നെ പരിശുദ്ധാത്മാവ് തൊടാൻ പോവുകയാണ് ആ മണ്ഡലത്തെ. എൻ്റെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഒരു കോർഡിനേറ്റർ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് പ്രഭാകരൻ എന്നാണ്. പെരിന്തൽമണ്ണയിലാണ് ഞങ്ങളുടെ അവിടുത്തെ ഓഫീസും ചർച്ചും, പെരിന്തൽമണ്ണ. അതിൻ്റെ പാസ്റ്റർ കുറച്ച് നാൾ മുമ്പ് ഇവിടെ അവിടുത്തെ അസോസിയേറ്റഡ് പാസ്റ്റേഴ്സുമായിട്ട് ഇവിടെ എൻ്റെ ഓഫീസിലൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു മകനേ ഉള്ളൂ. ആ മകൻ മുഖാന്തരമായിട്ട് ധാരാളം മാനസിക ഡിപ്രഷനിൽ കൂടി അദ്ദേഹം പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു എഞ്ചിനീയറാണ്, കല്യാണം കഴിച്ചിട്ടില്ല, ബോൺ അഗെയിൻ അല്ല, ബാപ്റ്റിസം എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഹിസ് ഫാദർ ഈസ് പാസ്റ്റർ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് പറഞ്ഞു, പേടിക്കണ്ട, ദൈവം അവനെ അവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ്. ആ മാറ്റം അവന്റെ ജീവിതത്തിൽ യേശുവിനെ അറിയേണ്ട ഒരു മുഖാന്തരമാകുമെന്ന് പറഞ്ഞു. എങ്ങോട്ടാണ് മാറുന്നത്, എപ്പോഴാണ് മാറുന്നത്, ആർക്കും ഒരു പിടിയില്ലായിരുന്നു. പക്ഷെ ജനുവരി 1st വീക്കില് ഇവൻ ടു UAE, ഷാർജയിലോട്ട് പോയി. അദ്ദേഹം ആരോ കൊണ്ടുപോയതാണ്. അവിടെ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാൻ പോകാൻ തുടങ്ങി. പാസ്റ്റർ പ്രഭാകരൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് അവിടുന്ന് സമ്പാദിച്ച് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അവനൊരു ദൈവ പൈതലായിട്ട് മടങ്ങി വന്നാൽ മതി. പക്ഷെ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോളി സ്പിരിറ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ 2nd ജനറേഷൻ ജോഷുവ ജനറേഷൻ ആയിട്ട് മലബാറിൽ ദൈവം എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, യു ഡു നോട്ട് വറി അബൌട്ട് യുവർ ചിൽഡ്രൻ, റിസീവ് ഇറ്റ് റൈറ്റ് നൗ. അത് നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് കിടക്കുന്ന ഒരു തലമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവരുടെ മേൽ വ്യാപരിക്കും, യാതൊരു സംശയവുമില്ല. 2 വർഷം മുൻപ് വരെ ഞങ്ങൾ മാനസികമായിട്ട് ഡിപ്രഷനിൽ പോയൊരു കാര്യമായിരുന്നു. ഞങ്ങളുടെ 3 മക്കളും അന്യഭാഷ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു. ബാപ്റ്റിസം എടുത്തു, പക്ഷേ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് കിട്ടി. ബാപ്റ്റിസം എടുത്തു, പക്ഷേ അവർക്ക് ടങ്സ് കിട്ടുന്നില്ല. 3 പേർക്കും ടങ്സ് വേണം, അത് ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. 2 വർഷം മുമ്പ് ഈ ചർച്ചിനകത്ത് നടന്ന 21 days ഫാസ്റ്റിങ്ങിൻ്റെ അന്ന് ഏറ്റവും ചെറിയവനാണ് ഇവിടുത്തെ കീബോർഡിസ്റ്റ്, അവനാണ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്, ഏറ്റവും ചെറിയവൻ. അവന്റെ മേൽ ഫയർ അങ്ങ് ഇറങ്ങി, അവൻ അവിടെ കിടന്ന് ചാടി ഉരുണ്ട് മറഞ്ഞ് നിലവിളിച്ചോടുകൂടെ അവന്റെ മേലുള്ള തീയായി. ഇത് കണ്ടു നിന്ന മൂത്തവന്റെ മേലും ദൈവത്തിന്റെ ഫയർ ഇറങ്ങി. അവൻ കിടന്ന് ചിരിക്കുവാനും ചാടുവാനും തുള്ളുവാനും തുടങ്ങി. ഇത് കണ്ടു നിന്ന മിഡിലുള്ളവനെ ഭയങ്കര നിരാശയായി, എനിക്ക് മാത്രം കിട്ടിയില്ല എന്ന്. പക്ഷെ ആ ഫാസ്റ്റിംഗ് പ്രെയർ കഴിയുന്നതിനുള്ളിൽ തന്നെ അവൻ വീട്ടിലെ അവന്റെ പേഴ്സണൽ പ്രെയർ റൂമിൽ ഇരുന്നു കൊണ്ട് അവൻ ഹോളി സ്പിരിറ്റിനെ പ്രാപിച്ചു. 2 വർഷമായിട്ട് ഞങ്ങൾ ഫാമിലി പ്രെയറിനകത്ത് 5 പേരും താങ്ക്സ് പറഞ്ഞിട്ട് ധാരാളം സമയം വർഷിപ്പ് ചെയ്യും, പ്രെയർ ചെയ്യും. റിസീവ് ഇറ്റ് റൈറ്റ് നൗ. പാരൻസിനോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിലവാരം ഈ 2021 ഉണ്ടാകുവാൻ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. എവ്രിതിങ് ക്യാൻ ചേഞ്ച് ഇറ്റ്. യെസ്, പെട്ടെന്ന് 1-2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, സി 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ വാക്യത്തിലുള്ളവെന്ന് ചോദിച്ച് ഈ മെസ്സേജിനെ സ്വീകരിക്കണം. 1, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹൂ ക്യാൻ സ്ട്രെങ്തൻ മീ? എന്താണ് ഈ ശക്തി? ആരാണ് എന്നെ ശക്തീകരിക്കുന്നത്? മറ്റാരുമല്ല, പരിശുദ്ധാത്മാവാണ്. യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ നോക്കിയാട്ടെ, ഇന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന സഭകൾ വളരുന്നു, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ വളരുന്നു, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ ജയിച്ചു പോകുന്നു. I promise you tonight,
You don't go, it's not need to go to very deeply theologically. ഒത്തിരി ഒന്നും ദൈവശാസ്ത്രത്തിന്റെ ആഴത്തിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. സിമ്പിൾ. യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്ന, ശക്തീകരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് ജീവിതത്തിലേക്ക് ശരിക്കും അങ്ങ് പിടിച്ചാൽ ഈ 2021 നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര വിടുതലായിരിക്കും. In the spirit, I can predict that you are going to testify so many deliverance. ഒരുപാട് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യമാകുവാൻ ദൈവം നിങ്ങളെ 2021 വിളിക്കുകയാണ്. ശക്തീകരിക്കുന്നവൻ എനിക്കെല്ലാം ചെയ്യുവാൻ കഴിയുമെന്ന് പൗലോസ് വിശ്വസിക്കുന്നതിന് കാരണം പൗലോസിനറിയാം ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത് ശക്തിയാണ്. സകലത്തെയും പൊട്ടിക്കാൻ, സകലത്തെയും എടുത്തു മാറ്റുവാൻ, സകലത്തെയും അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാവ്. ഒരു നിമിഷം കണ്ണുകൾ അടിച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ലെറ്റ് മീ പ്രേ. ശാംതരാമാസ് മഹോലി രാപന. കിലോമീറ്ററുകളോളം, മൈലുകളോളം ദൂരെ ഇരുന്നു കൊണ്ട് ഈ ക്യാമറ കണ്ണിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്രയറിൽ വന്നിരുന്ന പോലെ അല്ല ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയർ. ചിലരുടെങ്കിലും നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ മാറിയിരിക്കുകയാണ്. യെസ്, ഐ ക്യാൻ സീ ഇൻ ദ സ്പിരിറ്റ് റൈറ്റ് നൗ. ഇറ്റ് ഈസ് ട്രൂ. യെസ്, ആ ഫില്ലിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഫില്ലിംഗ്. റാഷ്മ ഹൽബര ഹംസ്പിയാഥനെ മീസ് ബഹോബലര ബലല 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 ബല റഖാസ്മിയാഥനെ മിരാസ് മഹോലരപതന മാഷ്. അല്പ മിനിറ്റുകൾ എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ച്, ടാങ്ക്സ് ഉള്ളവര് ടാങ്ക്സിലും, അല്ലാത്തവര് ഇംഗ്ലീഷിലോ ജർമ്മൻ ഭാഷയിലോ മലയാളത്തിലോ എന്തുമാകട്ടെ, അല്പ മിനിറ്റ്. യെസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഫിൽ വിത്ത് യുവർ പവർ റൈറ്റ് നൗ ലോർഡ്. Touch them, Holy Spirit, by your power. Touch them, Holy Spirit. Let them fire right now, Lord. Shanma Rams Piante Meko Babara. Shamala Ramos Piantene. Mikavos Mahaburam Tiantene. Miras Maudara Vavushadale Antene. Every yoke will destroy in the name of Jesus. Ella Ketugalu Marata Potate, Yeshuvinda Namatil. Yes, Ella Tadasangalu Marata, Yeshuvinda Namatil. Yeshuvinda Namatil. Yes, Lord. Yes, Lord. Yes, let them free right now, Lord. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യെസ്, യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ഉണ്ടാകട്ടെ. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റാണ് ഹീലിംഗ് പവർ. എൻ്റെ ചർച്ചിനകത്തുള്ള 70% ആളുകളും ഇതിനകത്ത് വന്നിട്ട് ഹീലിംഗ് പ്രാപിച്ചവരാണ്. ടുനൈറ്റ് ഐ ക്യാൻ പ്രോമിസ് യു ഈസ് സ്റ്റിൽ ഹീലിംഗ് പീപ്പിൾ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. യെസ് ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ കാണുന്നുണ്ട്. മുഴ പോലെയുള്ളതിനെ യേശുവിന്റെ നാമത്തിൽ റിമൂവ് ചെയ്യുകയാണ്. യെസ്, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അഭിഷേകത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ മുഴ അപ്രത്യക്ഷമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബാക്ക് ബോൺ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പെയിൻഫുൾ ആയിട്ടുള്ള ആ അവസ്ഥ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിമിഷത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. കേൾവി സംബന്ധമായി തടസ്സം നിൽക്കുന്ന ഞരമ്പിന്റെ പ്രയാസങ്ങൾ, ആ വീക്ക്നെസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് നിമിഷം ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ജീവിതങ്ങളുടെ മേൽ അവരെ തടഞ്ഞു വെച്ചിരിക്കുന്ന, അവരുടെ ശാരീരികമായി അവരെ കെട്ടുന്ന അസ്വസ്ഥതകൾ, ആ ശരീരത്തിന്റെ രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ എടുത്തു മാറ്റുകയാണ്. I command and declare and decree in the name of Jesus. Let them free right now. Let them heal right now in the name of Jesus. Thank you, Lord. Thank you for your healing, Lord. Thank you for your healing, Lord. Thank you for your touching, Lord. Arams piantene milara banana balala. Lagam shbahodi antene milara balala. Ramshabala badanamantia. Amas bihodi bikamala babana. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you, Lord. Amo shanta rama kabala rabanana.
2-3 മിനിറ്റ് കൂടെ പ്ലീസ്, 2-3 മിനിറ്റും കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ പ്ലീസ്, പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഫാമിലി ആയിരിക്കുന്നവർക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈ കോർത്ത് പിടിച്ചാട്ടെ. പപ്പായും മമ്മിയോട് കൂടി ഇരിക്കുന്ന മക്കൾ, ഐ റിക്വസ്റ്റ് യു, നിങ്ങളുടെ പാരന്റ്സിനോട് കൈ കോർത്ത് പിടിച്ചാട്ടെ. കമോൺ കമോൺ, ഷാൽ മാ റമ ടുഗദർ. യെസ് യെസ് യെസ്, പാരന്റ്സും മക്കളോട് ഒരുമിച്ചൊന്ന് കൈ കോർത്ത് പിടിച്ചാട്ടെ. ഇഫ് യു ക്യാൻ ഡു ഇറ്റ്. റാം യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നിന്റെ തീയായി അവിടെ അവരുടെ മേൽ ഇറങ്ങട്ടെ. അഭിഷേകത്തിന്റെ വ്യാപാര ശക്തിയുടെ കുടുംബത്തിന്റെ മേൽ ഇറങ്ങട്ടെ കർത്താവേ. എല്ലാ ശാപത്തിന്റെ കെട്ടുകളും യേശുവിൻ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്ന നിമിഷത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ് യെസ് ലോർഡ്, യെസ് ലോർഡ്. എല്ലാ ഫിനാൻഷ്യലി കേഴ്സുകളും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ let them receive the prosperous Lord in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബങ്ങളുടെ മേലെല്ലാം സമൃദ്ധി ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അഭിവൃദ്ധി ഏൽപ്പിക്കുകയാണ്. 2021 കർത്താവേ, ജീവിതത്തിന്റെ അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേൽ, അവരുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന്റെ മേൽ, വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിന് മേൽ, ഭവനത്തിന്റെ ആവശ്യത്തിന് മേൽ, അവരുടെ ആഗ്രഹങ്ങളുടെ മേലെല്ലാം അഭിഷേകത്തിന്റെ ശക്തിയാൽ നന്മകൾ ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ നന്മകൾ ഒഴുകട്ടെ. ഓപ്പൺ 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 റൈറ്റ് നൗ ലോർഡ്. ഓപ്പൺ ദ സോഴ്സ് റൈറ്റ് നൗ ലോർഡ്. യെസ്, സ്വർഗം തുറന്നു വരട്ടെ, സ്വർഗം തുറന്നു വരട്ടെ അവരുടെ മേൽ, സ്വർഗം തുറന്നു വരട്ടെ. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. ഐ ക്യാൻസൽ എവരി ഡെബിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യെസ് യെസ് ലോർഡ്, യെസ് ലോർഡ്. യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സാമ്പത്തിക തടസ്സങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കൽപ്പിക്കുകയാണ് ഈ നിമിഷത്തിൽ, കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ ഇരുട്ടിന്റെ വ്യാപാര ശക്തികളും, എല്ലാ അധർമ്മത്തിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ. താങ്ക് യു ലോർഡ്, ഐ താങ്ക് യു ജീസസ്. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഇതിനകത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ദാസൻ അഭിഷേകൻ ഷാജു പാസ്റ്ററേയും കുടുംബത്തെയും ബ്ലസ് ചെയ്യുന്നു, തലമുറകളെ ബ്ലസ് ചെയ്യുന്നു കർത്താവെ. മറ്റുള്ള എല്ലാ കുടുംബങ്ങളെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വിവിധ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ, വിവിധ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടെയും ആയിരിക്കുന്ന അങ്ങയുടെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു കർത്താവെ. യേശുവിന്റെ നാമം ചൊല്ലി കർത്താവെ, വരുന്ന ദിവസങ്ങളൊക്കെയും ഇവരങ്ങയുടെ നന്മകൾക്ക് അത്ഭുത സാക്ഷികളാകട്ടെ കർത്താവെ. അങ്ങയുടെ വചനത്തിൽ വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകുമെന്നാണ് കർത്താവെ. വരുന്ന ദിവസങ്ങളിൽ അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യമാകട്ടെ കർത്താവെ. അങ്ങ് കൊടുക്കുന്ന നന്മയുടെ സാക്ഷ്യമാകട്ടെ. അങ്ങ് പകരുന്ന ഹീലിംഗിന്റെ സാക്ഷികളാകട്ടെ കർത്താവെ. അങ്ങ് പകരുന്ന കൃപാവരങ്ങളുടെ സാക്ഷികളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. I bless everyone, Lord. I bless in Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.